നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളക്കാരെ ഒന്നടങ്കം ഞെട്ടിച്ചാണ് 2017 കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. മലയാള സിനിമയെ തന്നെ വിഭജിച്ച ആ കൊട്ടേഷൻ ബലാത്സംഗത്തിന്റെ വിധി ഈ വരുന്ന ഡിസംബർ 8-നാണ്. സത്യത്തിൽ എന്താണ് ആ രാത്രി സംഭവിച്ചത്? പൾസർ സുനിയുടെ നേതൃത്വത്തിൽ മണികണ്ഠൻ, വി.പി. ബിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവരായിരുന്നു അങ്കമാലിയിലെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിന് സമീപം മാർട്ടിൻ ആന്റണിയുടെ സിഗ്നൽ കാത്തുനിന്നത്. 9 മണിയോടെ നടി തങ്ങളെ കടന്നുപോയെന്ന സിഗ്നൽ ലഭിച്ചതോടെ പൾസർ സുനിയും സംഘവും ടെമ്പോ ട്രാവലറിൽ നടിയെ പിന്തുടരുന്നു. അത്താണിക്ക് സമീപം ടെമ്പോ ട്രാവലർ നടിയുടെ വാഹനവുമായി കൂട്ടിയിടിക്കുന്നു. ക്ഷമ പറയാനിറങ്ങിയ മണിയോട് മാടത്തോട് പറയാൻ മാർട്ടിൻ ആന്റണി പറയുന്നു. പൊടുന്നനെ നടിയിരുന്ന സീറ്റിലേക്ക് ചാടിക്കയറിയ വിജീഷ് മണികണ്ഠനോടും കയറാൻ പറയുന്നു. നടന്നത് എന്താണെന്ന് പോലും മനസ്സിലാകും മുൻപേ നടിയുമായി വാഹനം മുന്നോട്ട് കുതിക്കുന്നു. പിന്നീട് നടന്നത് കേരളം കണ്ട നീചവും ക്രൂരവുമായ കൊട്ടേഷൻ ബലാത്സംഗമാണ്. മുഖംമൂടി ധരിച്ചാണ് സുനി കാറിൽ കയറിയതെങ്കിലും ഒരു മാസം മുൻപ് തന്റെ ഡ്രൈവറായിരുന്ന സുനിയെ തിരിച്ചറിയാൻ നടിക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഇത് കൊട്ടേഷൻ ആണെന്നും നടിയുടെ നഗ്ന ശരീരത്തോടൊപ്പം വിവാഹ നിശ്ചയ മോതിരം ചേർത്ത് വെച്ച പണമാണ് കൊട്ടേഷൻ നൽകിയ ആൾക്ക് ആവശ്യമെന്നും പൾസർ സുനി നടിയോട് പറയുന്നു. വീട്ടിൽ ചെന്ന ശേഷം ചിത്രം അയക്കാമെന്ന് നടി രക്ഷപ്പെടാനായി പറഞ്ഞു നോക്കിയെങ്കിലും നിങ്ങൾ അത്ര കഷ്ടപ്പെടേണ്ടെന്നായിരുന്നു സുനിയുടെ മറുപടി. തിരക്കേറിയ കൊച്ചി നഗരത്തിലൂടെ 2 മണിക്കൂർ നടിയുമായി വാഹനം മുന്നോട്ടു പോയി. ഈ സമയം നടി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായി. ദൃശ്യങ്ങൾ 8 ക്ലിപ്പുകളിലായി സുനി പകർത്തി. ആക്രമണത്തിന് ശേഷം നടൻ ലാലിന്റെ വീട്ടിലേക്ക് മാർട്ടിൻ ആന്റണി നടിയുമായി പോയി. പ്രതികൾ ടെമ്പോ ട്രാവലറിൽ രക്ഷപ്പെട്ടു. ലാൽ വിളിച്ച് പോലീസ് എത്തി. നടിയുടെ പ്രാഥമിക മൊഴി ശേഖരിച്ച് കേസെടുത്തു. എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും മാർട്ടിൻ ലാലിനോടും പിന്നീട് വന്ന MLA PT തോമസിനോടും പോലീസിനോടും പറഞ്ഞു. മാർട്ടിൻ ആന്റണിയുടെ മൊഴികളിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ പോലീസ് വൈകാതെ തന്നെ മാർട്ടിനെ കസ്റ്റഡിയിലെടുത്തു. 7.5 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷമാണ് കേരളത്തെ ഞെട്ടിച്ച അതിക്രൂരമായ കൊട്ടേഷൻ ബലാത്സംഗത്തിന്റെ വിധി ഈ വരുന്ന 8-ാം തീയതി വരുന്നത്. കാത്തിരിക്കാം.